നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഓർമ്മച്ചെപ്പ് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന പ്രദേശത്ത് പേരുകേട്ട ആഞ്ഞിലിക്കൽ തറവാട്ടിലെ തോമസ് മാഷിൻ്റെയും ഡെയ്സി ടീച്ചറിൻ്റെയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി തറവാട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 60-ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ വന്നതാണവർ. വന്യപിതാവിൻ്റെ കാർമ്മികത്വത്തിൽ കുർബാനയും കഴിഞ്ഞ് വീട്ടുകാരെയും ബന്ധുക്കാരെയും പള്ളിക്കാരെയും നാട്ടുകാരെയും സ്നേഹിതരെയും എല്ലാം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര ആഘോഷമായിരുന്നു. തോമസ് മാഷിനെയും ഡെയ്സി ടീച്ചറെയും കുറിച്ച് ഒരുപാട് പേർ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെച്ചു. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും സ്നേഹം കൊണ്ട് അവരെ മൂടി. മക്കൾ ചാച്ചൻ്റെ കണിശ സ്വഭാവത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞു. എല്ലാം കേട്ട് തോമസ് മാഷ് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ടിരുന്നു. കൊച്ചുമക്കൾ പഠനത്തിന് വിദേശത്ത് പോകുമ്പോൾ ചാച്ചനായിരുന്നു അവർക്ക് വേണ്ട പ്രോത്സാഹനവും ഉപദേശവും കൊടുത്തിരുന്നതെന്ന് അവരും സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഒരു മാതൃകാ ദമ്പതികളായിരുന്നു അവരെന്ന് പള്ളിക്കാരും തുറക്കെ പറഞ്ഞു. അമ്മച്ചിക്ക് എന്തെങ്കിലും ചാച്ചനെക്കുറിച്ച് ഓർത്ത് പറയാമോ എന്ന് മൂത്ത മകൾ ചോദിച്ചു. അമ്മച്ചി ചെറിയ നാണത്തോടെ പറഞ്ഞു, എന്തെങ്കിലും അല്ല, ഒത്തിരി കാര്യങ്ങൾ ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. ഒരു നല്ല ഭർത്താവും അപ്പനും ഒക്കെ ആയിരുന്നു മാഷ്. കൂടെ കണിശക്കാരനും മറവിക്കാരനും മുൻചുണ്ടിക്കാരനും. ഒരു നേരം വെച്ചത് പിന്നെ കഴിക്കില്ല. കറികൾക്ക് രുചി മുന്നിൽ തന്നെ വേണം. കറിയുടെ രുചിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതുടനെ നീക്കി വെച്ചിട്ട് ചോദിക്കും, ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനെന്ന്. അതുകൊണ്ട് ഭക്ഷണം വിളമ്പുന്ന സമയം എനിക്ക് വല്ലാത്ത അങ്കലാപ്പായിരുന്നു. മറവി എന്ന് വെച്ചാൽ ഒരു 1.5 മറവിയാണ്. കുട്ടികൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് സ്കൂളിൽ വിട്ട് അടുക്കളയിൽ പെടാപ്പാട് പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് രാവിലെ മാഷിന് സ്കൂളിൽ പോകാനുള്ള ബാഗും കുടയും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് റെഡിയാകാൻ ഞാൻ മുറിയിലേക്ക് പോകുന്നത്. ഞാൻ സാരി ഉടുക്കാൻ തുടങ്ങുമ്പോൾ വിളി തുടങ്ങും, ഡെയ്സിയെ, എൻ്റെ ബുക്ക് എവിടെ? പേന എവിടെ? കണ്ണട എവിടെ? ഈ വീട്ടിൽ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ കാണില്ല. ആരാ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്? ഉറക്കെ വഴക്കു തുടങ്ങും. സഹികെട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ കണ്ണട കണ്ണിൽ വെച്ചുകൊണ്ടാണ് കിടന്ന് ബഹളം വെക്കുന്നത്. പേന ഷർട്ടിൻ്റെ പോക്കറ്റിൽ തന്നെ കുത്തിവെച്ചിട്ടും ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് ട്രെയിനിൽ പോയപ്പോൾ തിരക്ക് കാരണം ചാച്ചൻ ബെർത്തിൽ കയറിയിരുന്നു. കോട്ടയത്ത് സ്റ്റേഷനിൽ ചാച്ചൻ ഇറങ്ങിയപ്പോൾ ആളുകൾ നിൽക്കുന്ന തിരക്കിനിടയിൽ ഊരിയിട്ടിരുന്ന ചെരുപ്പ് രണ്ടും എടുത്ത് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് 2 കാലിലും 2 ഇനം ചെരുപ്പുകളാണെന്ന് മനസ്സിലാകുന്നത്. കഷ്ടം, ചാച്ചൻ വേറെ ആരുടെയോ ചെരുപ്പാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അയാളും കഷ്ടത്തിലായി കാണും. അതുപോലെ ചാച്ചൻ ഇടുക്കി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് പ്രമോഷനായി കുറച്ചുനാൾ ഡെപ്യൂട്ടേഷനിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നു. അക്കാലത്തൊരു ദിവസം ഉണ്ടായ ഒരു അനുഭവം തമാശയാണ്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഓഫീസിൽ പോകാൻ നോക്കിയപ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല. ഓഫീസിൽ പോകേണ്ട ധൃതിയിൽ പെട്ടെന്ന് കാറിൻ്റെ താക്കോലെടുത്ത് കാറിൽ കയറി ഓഫീസിലെത്തി. തലയിലെ ഹെൽമറ്റും കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സാറിനെ കണ്ട് കൂടെയുള്ളവർ ചിരിച്ചെങ്കിലും കാര്യമറിയാതെ ചാച്ചൻ ഗമയിൽ മുറിയിൽ വന്ന് സീറ്റിലിരുന്നു. ഇങ്ങനെ ഓർത്തു പറയാൻ ഓർമ്മകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി സംസാരം നിർത്തി. ഇത് കേട്ട് അവിടെ കൂടിയിരുന്നവർ എല്ലാവരും തലതല്ലി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ചാച്ചനും ചിരി തുടങ്ങി. അപ്പോൾ പേരക്കുട്ടി അടുത്തു വന്ന് ചാച്ചൻ്റെ ചെവിയിൽ ചോദിച്ചു, ചാച്ച, ഇതാരെക്കുറിച്ചാണ് അമ്മച്ചി പറയുന്നത്? ആരാ ആരാ എന്ന് വീണ്ടും വീണ്ടും മാഷ് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മച്ചിയെ തൊട്ടുകൊണ്ട് പേരക്കുട്ടി ചോദിച്ചു, ഇതാരാ ചാച്ച, അറിയുമോ? അപ്പോൾ ചാച്ചൻ പറഞ്ഞു, കൊള്ളാം, അറിയുമോന്ന്, ഇതെൻ്റെ റോസക്കുട്ടിയല്ലേ? ഇതും പറഞ്ഞ് ചാച്ചൻ പൊട്ടിച്ചിരിച്ചു. ഇത് കണ്ട് മക്കളും കൊച്ചുമക്കളും അവിടെ കൂടിയിരുന്ന എല്ലാവരും അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയെ, ആരാ ഈ റോസക്കുട്ടി? അമ്മച്ചിയെ ചാച്ചൻ ഇതുവരെ പറ്റിക്കുകയായിരുന്നു കേട്ടോ. ഇതും പറഞ്ഞ് എല്ലാവരും ചിരിച്ചു. അത് കണ്ട് നമ്മുടെ തോമസ് മാഷും ചിരിച്ച് മണ്ണ് കപ്പി. എങ്ങനെയുണ്ട് കഥ? കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.